ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു സ്കൂളിലോട്ട് നമ്മളൊരു പോസ്റ്ററിൻ്റെ പാടുണ്ടായിരുന്നു. ആ പാടത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു പോസ്റ്റർ ഉണ്ടാക്കാനുണ്ടായി, പോസ്റ്റർ ബോക്സ്. അപ്പോൾ നമ്മൾ അതിനുണ്ടാക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്കൊന്ന് ഞാൻ ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തതാണ്. ആക്കുന്ന വീഡിയോ എടുക്കാൻ എനിക്ക് മറന്നുപോയി. അപ്പോൾ ഞാൻ ഇതിടാന്ന് വിചാരിച്ചു. എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്നാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, നല്ല രസമാണ്. നമ്മളിപ്പം നമ്മുടെ സ്റ്റഡി ടാബിലോ അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ ലെവലിൻ്റെ അടുത്ത് വെച്ചിട്ട് നമ്മളെ കാർഡും അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇതെടുക്കാൻ പറ്റുന്ന ഇതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞുതരാം. അത് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ചാർട്ടാണ്. നല്ല തിക്കുള്ള ചാർട്ട് വേണം. ഇത് നല്ല തിക്കുള്ള ചാർട്ടാണ്. അപ്പോൾ നമ്മൾ ചാർട്ട് നല്ല കട്ടിയുള്ളത് എടുത്താൽ നല്ലതുള്ളത്. കാരണം നമ്മളതങ്ങനെ വേഗം കീറിപ്പോകാനുള്ള സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോൾ നല്ല കട്ടിയുള്ള ചാർട്ടാണുള്ളത് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ എടുത്താൽ നല്ലതാണ്. അപ്പോൾ എല്ലായിടത്തും വാങ്ങിക്കാനൊക്കെ കിട്ടും. അത് എടുത്ത ശേഷം നമ്മളൊരു ബ്ലാക്ക് ചാർട്ടും വേണം. ആ ബ്ലാക്ക് ചാർട്ട് എടുത്ത ശേഷം നമ്മളൊരു ഈ ഭാഗത്ത് ലെങ്ത് കുറവുള്ളതാണ് നമ്മൾ ഒട്ടിച്ചിട്ട് വെച്ചിട്ടുള്ളത്. കാരണം ലെങ്ത് കുറവുള്ളതായിരിക്കും നല്ല രസമുള്ളത്. ഇത് ഞാൻ ഇവിടെ ചെറുപ്പുള്ളത് എടുത്തത് കാരണം ഇവിടെയും ഇവിടെ എല്ലായിടത്തും തിക്ക് വേണ്ടായിട്ട് ഇവിടെ നല്ല തിക്കാക്കി ഇവിടെ നമ്മൾ ചെറുതാണ് കേട്ടോ ഹൈറ്റ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് എനിക്ക് നല്ല രസമായിട്ടുണ്ട്. നമ്മളിവിടെ ഒരു ലോക്ക് ഇട്ടിട്ടുണ്ട്, നല്ല നേരെ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ലോക്ക് കൂടി വെച്ചിട്ടുണ്ട്. അപ്പം നല്ലതാണ്. അപ്പോൾ പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മൾ ബ്ലാക്ക് ഒട്ടിക്കണം, ഇവിടെയും ബ്ലാക്ക് ഒട്ടിക്കണം. ബ്ലാക്ക് ഒട്ടിച്ചാൽ നമുക്ക് അതിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടും. അപ്പോൾ ഞാൻ ബ്ലാക്ക് ഫുള്ളായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടി ഈ ഒരു സ്ഥലത്തായിട്ട് നമ്മൾ പോസ്റ്റ് ഹിയർന്ന് വെച്ചിട്ട് ഒരു A4 ഷീറ്റ്, ഒരു ചെറിയ പേപ്പർ മതി, അതിൽ നല്ല ഭംഗിയായിട്ട് എഴുതി കൊടുത്തിട്ട് നമ്മൾ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു നല്ല രസം കിട്ടും. അപ്പോൾ പിന്നെ ഇത് ഇവിടെ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. പിൻ കോഡാണ് എഴുതി വെച്ചത്. നിങ്ങളുടെ പിൻ കോഡ്, അതായത് പാലമ്പാടി അങ്ങനെയൊക്കെ ഉണ്ടാവും, ചെങ്കള അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു പിൻ കോഡ് നിങ്ങൾ വെച്ചാൽ മതി. ഞാൻ ഒട്ടിച്ചതേ ഉള്ളൂ. അത് ഞാൻ ചെയ്ത് വേറൊരു മോഡലാണ്. ഇതേ മോഡൽ വേണ്ടെന്ന് വെച്ചിട്ട് ഞാനൊരു ബ്ലാക്ക് ഷീറ്റ് എടുത്തു. ബ്ലാക്ക് ഷീറ്റിൻ്റെ മുകളിലോട്ട് നമ്മൾ വൈറ്റ് ഷീറ്റ് ഒട്ടിച്ച ശേഷം ചെറുതായിട്ട് ബാക്കി കുറച്ച് ബ്ലാക്ക് കിട്ടുന്ന രൂപത്തിലാണ് നമ്മൾ ഒട്ടിക്കുന്നുള്ളത്. വൈറ്റ് ഷീറ്റ് ഒട്ടിച്ച ശേഷം അതിലെഴുതി. അങ്ങനെ ആകുമ്പോൾ രണ്ടും വേറെ വേറെ സ്റ്റൈലായല്ലോ. അപ്പോൾ ഇവിടെ അങ്ങനെ ഒട്ടിച്ചെടുത്തു. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഉണ്ടാക്കുന്ന തന്നെ നിങ്ങൾക്കൊരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഞാൻ ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും കാക്കാം. അപ്പോൾ പറയാൻ പറ്റായി. പിന്നെ ഇത് നിങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല, ഞാൻ അങ്ങനെ ഒട്ടിച്ചതേ ഉള്ളൂ. കാരണം ഒരു ഭംഗി കിട്ടിയെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒട്ടിച്ചതാണ്. ഇവിടെ ഒരു വൈറ്റ് ഷീറ്റിൽ നമ്മൾ ലെറ്റർ ബോക്സിന് എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പേര് എഴുതിയിട്ടുണ്ട് അങ്ങനെ വെച്ചിട്ട്. പിന്നെ കാർഡ്ബോർഡ് സർക്കിളായിട്ട് മുറിച്ച ശേഷം ഇതിങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്.